ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ യൂണിറ്റിലെ വോക്ക് എലോൺ എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഈ പോയത്തിൻ്റെ അപ്രീസിയേഷനും മറ്റ് ആക്ടിവിറ്റികളുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, What does the poet advise one to do if no one listens to one's call? അപ്പോൾ ഇവിടെ കവി എന്താണ് നമ്മളെ ഉപദേശിക്കുന്നത്? നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല, അല്ല നിങ്ങളുടെ വിളി ആരും കേൾക്കുന്നില്ല. ഈ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് കവി നിങ്ങളെ ഉപദേശിക്കുന്നത്. The poet advises that if no one listens to your call, you must walk on alone. ഇപ്പോൾ ആരും നിങ്ങളുടെ വിളി കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം. This emphasizes the importance of self-reliance and perseverance in the face of adversity. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ തന്നെ ആശ്രയിക്കുക, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക, സ്വയം ആശ്രയിക്കുക. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, when should you speak out your mind? നിങ്ങൾ എപ്പോഴാണ് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത്? You should speak out your mind when you feel ignored or when others are afraid to express their thoughts. It's important to voice your feelings and opinions even if you are alone in doing so. അപ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്ന് തോന്നുമ്പോൾ. നിങ്ങൾ അവഗണിക്കപ്പെടുകയാണ് എന്നുള്ള തോന്നൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സ് തുറന്ന് പറയണം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിക്കണം. മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ പറയാൻ ധൈര്യം കാണിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇഫ് നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിൽ, വാട്ട് ഡസ് ദ ജേർണി സിഗ്നിഫൈ? ഇവിടെ പറയുന്ന ഈ ഒരു യാത്ര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? The journey signifies the personal path or struggles one faces in life. ഒരാൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയാണ് ഇവിടെ ഈ ഒരു യാത്ര സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന പോരാട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. It represents the challenges and experiences that shape who we are. നമ്മൾ എന്താണ് എന്ന് നമ്മളെ നമ്മളാക്കി മാറ്റുന്ന നമ്മുടെ അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈവൻ വെൻ വി ഫീൽ ഐസൊലേറ്റഡ് ഓർ അൺസപ്പോർട്ടഡ്. നമുക്ക് ആരും സപ്പോർട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്തും നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെയാണ് ഇവിടെ ഈ ഒരു യാത്രയിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ലൈൻ ഇൻ ദ പോയം കൺവേസ് ദ പവർ ഓഫ് റെസിലിയൻസ് ഇൻ വൺസ് ലൈഫ്? അപ്പോൾ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി മനുഷ്യന് വേണം എന്ന് പറയുന്ന വരി ഏതാണ്? The line that conveys resilience is when the poet talks about crushing the thorns in your path with your bleeding feet and walking ahead alone. അപ്പോൾ ഇവിടെ പ്രതിസന്ധികളെ നേരിടുന്നതിനെ കുറിച്ച് പറയുന്നത് ഈ ഒരു വരിയിലൂടെയാണ്. എന്താണ്? നിങ്ങൾ പോകുന്ന വഴിക്ക് ഉള്ള മുള്ളുകൾ അതിനെ ചവിട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അത് നിങ്ങൾ രക്തം ഒഴുകുന്ന കാലുകൾ കൊണ്ട് നിങ്ങൾ ഈ പാതയിലൂടെ നടന്നു പോവുക. ദിസ് ഇല്ലസ്ട്രേറ്റ്സ് ദ സ്ട്രെങ്ത് ടു ഓവർകം ഒബ്സ്റ്റക്കിൾസ് ഡെസ്പൈറ്റ് പെയിൻ ആൻഡ് ഹാർഡ്ഷിപ്പ്. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ, അതിനെ നേരിടുമ്പോൾ വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് ഈ തടസ്സങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. What do the images of the storm, the night and the lightning imply? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഇമേജുകളാണ്. ഒന്ന് സ്റ്റോം, അതുപോലെ തന്നെ നൈറ്റ്, അതുപോലെ ലൈറ്റ്നിങ്. അപ്പോൾ എന്താണ്? മഴ, രാത്രി, മിന്നൽ. ഇതൊക്കെ ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? These images imply challenges, ജീവിതത്തിലെ വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നു. Fears, ഭയം. Uncertainties in life, ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. They represent difficult times when one might feel lost or alone. ഇപ്പോൾ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു. But also suggests the potential for strength and illumination in those dark moments. എന്നാൽ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമുക്ക് ശക്തിയും
പ്രകാശവും സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് കവി പറയുന്നത്. വാട്ട് ഡസ് ദ ഫ്ലെയിം ഫ്രം എ റോറിംഗ് ലൈറ്റ്നിങ് സിംബലൈസ്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വരിയാണ് ഫ്ലെയിം ഫ്രം എ റോറിംഗ് ലൈറ്റ്നിങ്. റോറിംഗ് ലൈറ്റ്നിങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലെയിം, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദിസ് ഫ്രേസ് സിംബലൈസസ് ഇന്നർ സ്ട്രെങ്ത്. അപ്പോൾ ആന്തരികമായിട്ടുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു. ആൻഡ് ദ എബിലിറ്റി ടു ഇഗ്നൈറ്റ് വൺസ് ഓൺ പാഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്ന തീവ്രമായ ആഗ്രഹങ്ങളും അതുപോലെ അവൻ്റെ ഡിറ്റർമിനേഷനെയും സൂചിപ്പിക്കുന്നു. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഐഡിയ ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. അപ്പോൾ ഏറ്റവും ഇരുണ്ട ആ ഒരു സമയത്തും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്ന ആ ഒരു സമയത്തും സ്വയം പ്രകാശിക്കാനും അതുപോലെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുമുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നാണ് കവി പറയുന്നത്. ഹൗ ഈസ് ദ പോയം റെലവൻറ്റ് ഇൻ കണ്ടംപററി ടൈംസ്? ഈ കവിതയുടെ സമകാലിക പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ കവിതയുടെ പ്രസക്തി എന്താണ്? The poem is relevant today as it encourages individuals to be resilient and independent. അപ്പോൾ എന്താണ്? ആളുകളോട് പ്രതിസന്ധികളെ തരണം ചെയ്യണം എന്ന് പറയുന്നു. അതുപോലെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാവണം എന്ന് പറയുന്നു. എസ്പെഷ്യലി ഇൻ എ വേൾഡ് വെയർ പീപ്പിൾ ഓഫൺ ഫേസ് ചലഞ്ചസ് ആൻഡ് ഫീൽ അൺഹേർഡ്. പലപ്പോഴും ആളുകൾ പല രീതിയിലുള്ള വെല്ലുവിളികളെ നേരിടുന്നു. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നുള്ള അനുഭവങ്ങൾ വരുന്നു. അപ്പോൾ ഒക്കെ എങ്ങനെ നേരിടണം എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഇറ്റ് ഇൻസ്പയർസ് റീഡേഴ്സ് ടു സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് പെർസ്യൂ ദർ ഡ്രീംസ് റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ശക്തമായി നിലകൊള്ളാനും അതുപോലെ മറ്റ് സാഹചര്യങ്ങൾ, പുറത്തുനിന്നുള്ള സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളെ പരിഗണിക്കാതെ അവരുടെ സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിനെ പിന്തുടരുക, അതിനൊക്കെ ഒരു പ്രചോദനം നൽകുന്ന കവിതയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് സമകാലിക പ്രസക്തി ഉണ്ട്. ഹൗ ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പേഴ്സണൽ സാക്രിഫൈസ് പോർട്രേയ്ഡ് ഇൻ ദ പോയം? ഇവിടെ ഓരോ വ്യക്തിയുടെയും സാക്രിഫൈസ് അത് എങ്ങനെയാണ് ഈ കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? പേഴ്സണൽ സാക്രിഫൈസ്, വ്യക്തിപരമായിട്ടുള്ള സാക്രിഫൈസ്, ഈസ് പോർട്രേയ്ഡ് ത്രൂ ദ ഐഡിയ ഓഫ് വാക്കിംഗ് എലോൺ ആൻഡ് ഫേസിങ് ഡിഫിക്കൽട്ടീസ് ഫോർ ദ സേക്ക് ഓഫ് വൺസ് ബിലീഫ് ഓർ ഗോൾസ്. അപ്പോൾ ഒരാളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ചിലപ്പോൾ നടക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ്ലെസ്നെസ് ആൻഡ് കറേജ് ടു പുട്ട് അതേഴ്സ് നീഡ്സ് ബിഫോർ യുവർ ഓൺ. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. അപ്പോൾ സെൽഫ്ലെസ് ആയിരിക്കണം, അതുപോലെ തന്നെ ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അതിന് വ്യക്തിഗതമായ പരിശ്രമം ആവശ്യമായിട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇതിലെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1. The poem Walk Alone encourages us to follow our own path in life. അപ്പോൾ ഈ ഒരു കവിതയിൽ പറയുന്നത് നമ്മൾ സ്വന്തം പാത കണ്ടെത്തി ആ പാതയിലൂടെ മുന്നേറണം. ഈവൻ വെൻ ഹിൻഡേർഡ് ബൈ ചലഞ്ചസ് ആൻഡ് അൺസർട്ടനിറ്റി. എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും നമ്മൾ നമ്മുടേതായ പാതയിലൂടെ മുന്നേറണം. ഹൗ ഇസ് ദിസ് തോട്ട് റീഇൻഫോഴ്സ്ഡ് ത്രൂ ഔട്ട് ദ പോയം? ഡിസ്കസ്. അപ്പോൾ ഈ ഒരു ശക്തമായ നിലപാട് ഈ കവിതയുടെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? In the poem Walk Alone by Rabindranath Tagore, the idea of following our own path despite challenge is reinforced through various powerful images and messages. ഇത് പല രീതിയിലുള്ള ഇമേജസും സന്ദേശങ്ങളിലൂടെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. The poet emphasizes that even when no one listens or supports us, we must continue to move forward on our journey. ആരും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും, ആരും നിങ്ങളെ കേൾക്കാനില്ലെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹി യൂസസ് മെറ്റഫേഴ്സ് ലൈക്ക് വാക്കിംഗ് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്. ഇപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ അവിടെ ഒരു മെറ്റഫർ ഒക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വാക്കിംഗ് അലോൺ, ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, ഒരു ഇരുണ്ട വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അതുപോലെ മുള്ളുകളെയൊക്കെ ചവിട്ടി മുന്നേറുന്നു. ക്രഷിംഗ് തോൺസ് വിത്ത് ബ്ലീഡിംഗ് ഫീറ്റ് ടു ഇല്ലസ്ട്രേറ്റ് ദ സ്ട്രഗിൾസ് വി മേ ഫേസ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ സൂചിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഇമേജസും മെറ്റഫേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. The poem encourages us to speak our minds even if others turn away and to ignite our own inner strength symbolized by lightening our hearts with flames of resilience. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ലൈറ്റ്നിങ് ഉണ്ടാക്കിയെടുക്കുക, എന്ത് പ്രതിസന്ധികളിലും തളരാതെ മുന്നേറുക,
മറ്റുള്ളവരുടെ ആരുടെയും സഹായമില്ല, സ്വയം പ്രകാശിക്കുക എന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. അൾട്ടിമേറ്റ്ലി ടാഗോർ ഇൻസ്പയർസ് us to embrace our individuality and courageously confront life's obstacles. അപ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങളെ ധൈര്യപൂർവ്വം നേരിടണമെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. റിമൈൻഡിങ് us that we can shine brightly even in solitude. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഇരുണ്ട വഴിയിലൂടെ പോകുമ്പോൾ പ്രകാശം സ്വയം ഉണ്ടാക്കി മുന്നേറാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, Tagore persuades the readers to face the challenges in life following their heart's wisdom. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. What might have prompted the poet to compose these lines? ഈ വരികൾ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദിപ്പിച്ചത് എന്തായിരിക്കാം ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ likely composed the lines in Walk Alone to inspire individuals to embrace their inner strength and resilience when facing life's challenges. അപ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഓരോ വ്യക്തികളും അവരവരുടെ ആന്തരിക ശക്തിയും പ്രതിരോധ ശക്തിയും സ്വീകരിക്കണം എന്നുള്ള ആശയമാണ് അദ്ദേഹത്തെ ഈ ഒരു കവിത എഴുതാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. He understood that life can often be difficult and lonely, and he wanted to encourage the people to trust their instincts and follow their own path, even when others may not support them. അപ്പോൾ ഇവിടെ പലപ്പോഴും കഠിനമായ പല പരീക്ഷണങ്ങളും ഉണ്ടാകും, ഒറ്റപ്പെടലുകളും ഉണ്ടാകും, മറ്റുള്ളവരുടെ പിന്തുണ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പോഴൊക്കെ അവരുടെ സ്വന്തം പാതയിലൂടെ മുന്നേറണം. അതിനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മനുഷ്യന് ഉണ്ട്, ഒരു കഴിവുണ്ട്, നന്മയെ തിരിച്ചറിഞ്ഞ് മുന്നേറാനുള്ള കഴിവ് മനുഷ്യന് ജന്മന ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ച് മുന്നേറണം എന്നാണ് പറയുന്നത്. Tagore's own experiences and observations of human struggles may have influenced his belief that true growth comes from overcoming obstacles independently. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കവിത എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതായത് ഒരാൾ വളരണമെങ്കിൽ അയാൾക്ക് യഥാർത്ഥ വളർച്ച വരണമെങ്കിൽ, മാനസികമായ വളർച്ച വരണമെങ്കിൽ പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് നേരിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബൈ urging readers to speak their minds and walk their own journeys, he emphasizes the importance of self-reliance. അപ്പോൾ എന്താണ്, സ്വന്തം ആശ്രയിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. Reminding us that we can find our way through adversity by staying true to ourselves. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിമുട്ടുകളെ മറികടക്കുക, സ്വയം ആശ്രയിക്കാൻ പഠിക്കുക, അതായത് ധൈര്യത്തോടെ മുന്നേറുക, ഈ ആശയങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. Imagery helps to capture the essence of poem through sensory experiences. Tagore has used multiple images to depict the journey of life with its hurdles and challenges. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ സൂചിപ്പിക്കാൻ അദ്ദേഹം ധാരാളം ഇമേജസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. In the poem Walk Alone, Rabindranath Tagore used various types of imagery to create vivid sensory experience. പല തരത്തിലുള്ള ഇമേജറി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വിഷ്വൽ ഇമേജസിന് ഉദാഹരണമാണ് ഡാർക്ക് റോഡ്, ഇരുണ്ട വഴി, സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, മഴയും കാറ്റുമുള്ള രാത്രി, ഫ്ലെയിം ഫ്രം റോറിംഗ് ലൈറ്റ്നിങ്, ഇതൊക്കെ വിഷ്വൽ ഇമേജസിന് ഉദാഹരണമാണ്. വിച്ച് ഹെൽപ്പ് റീഡേഴ്സ് പിക്ചർ ദ ചലഞ്ചിങ് എൻവയൺമെൻറ്റ്സ് ദാറ്റ് സ്പീക്കർ ഫേസസ്. ഇനി ഇതിൽ അതുപോലെ തന്നെ വിഷ്വൽ മാത്രമല്ല ഓഡിറ്ററി ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓഡിറ്ററി ഇമേജറി ഈസ് പ്രസൻറ്റ് ഇൻ സൗണ്ട്സ് ഇംപ്ലൈഡ് ബൈ, അപ്പം അതിന് ശബ്ദവുമായി ബന്ധപ്പെട്ട ഇമേജസ് ആണ്. ഹൗളിംഗ് വിൻഡ്, അതുപോലെ സ്റ്റോം, ഇതൊക്കെ സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജറിയാണ്, അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജസ് ആണ്. ഇവോക്കിംഗ് എ സെൻസ് ഓഫ് കയോസ് ആൻഡ് സ്ട്രഗിൾ. ഇനി അതുപോലെ തന്നെ ടാക്ടൈൽ ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്, ടച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജറിയാണ്. അത് ഈ വരിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. Tactile imagery is also used particularly in the line about crushing thorns with your bleeding feet. അപ്പോൾ മുള്ളുകളെ നിങ്ങളുടെ രക്തമൊഴുകുന്ന കാലുകൾ കൊണ്ട് ചവിട്ടി മുന്നേറുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ടാക്ടൈൽ ഇമേജ് ആയിട്ട് നമുക്ക് പറയാം. Which conveys the physical pain and effort involved in overcoming obstacles. Together, these images enhance the poem's theme of resilience and the solitary journey of life, allowing readers to feel the emotions and challenges described. അപ്പോൾ ഈ ഇമേജറി ഒക്കെ ഇവിടെ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാം.
ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. Poetic devices enhance the meaning and beauty of the poem. Tagore has used a number of poetic devices. List them. അപ്പോൾ ഇവിടെ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള poetic devices, അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ പർപ്പസ്, ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അല്ലിട്രേഷൻ എന്ന് വെച്ചാൽ റെപ്പിറ്റീഷൻ ഓഫ് എ കൺസോണന്റ് സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു വരി നമുക്ക് എഴുതാം ട്രാമ്പിൾ ട്രെഡ്. അവിടെ ടി എന്ന ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് റിതം ആൻഡ് എംഫസൈസ് ആക്ഷൻ. അപ്പോൾ അത് റിതം ഉണ്ടാക്കുന്നു, അതുപോലെ ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി അനഫോറ എന്ന് വെച്ചാൽ മറ്റൊരു അലങ്കാരമാണ്. ഒരു പ്രത്യേക ക്ലോസ് അല്ലെങ്കിൽ പ്രത്യേക വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, പല ഭാഗത്തായിട്ട് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കതിന് ഉദാഹരണമാണ് ഇഫ് നോ വൺ എന്നുള്ളത്. ഈ പോയത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇഫ് നോ വൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അനഫോറ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് എഴുതാം. ബിൽസ് എ സെൻസ് ഓഫ് ഏർജൻസി ആൻഡ് റെപ്പറ്റീഷൻ ഓഫ് തോട്ട്. ഈ ആശയങ്ങളെ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട ആശയങ്ങളെക്കുറിച്ച് പറയാനും അതുപോലെ ഏർജൻസി നൽകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. ഇനി സിംബലിസം, ദ തോൺസ് ഇൻ യുവർ പാത്ത്. ഇനി ഒരു സിംബലാണ് തോൺസ് ഇൻ യുവർ പാത്ത്, നിങ്ങളുടെ വഴിയിലെ മുള്ളുകൾ. റെപ്രസെൻറ്റ്സ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ലൈഫ്, ജീവിതത്തിലെ പ്രതിസന്ധികളെ സൂചിപ്പിക്കുന്നു. ഇനി അസോണൻസിന് ഉദാഹരണം, അസോണൻസ് എന്ന് വെച്ചാൽ റെപ്പിറ്റേഷൻ ഓഫ് എ വവൽ സൗണ്ട് ആണ്. ഇപ്പോൾ സ്റ്റോമി നൈറ്റ് എന്ന് പറയുന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അസോണൻസ് ആണ്. ആഡ്സ് മ്യൂസിക്കാലിറ്റി ത്രൂ ദ റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. അപ്പോൾ അതൊരു പ്രത്യേക മ്യൂസിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മെറ്റഫർ, ഫ്ലെയിം ഫ്രം എ റോറിംഗ് lightning symbolizes the inner strength and hope amidst challenges. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അല്ലിട്രേഷനും അസോണൻസിനും വേറൊരു ഉദാഹരണം കൂടി കൊടുക്കാം. ഈ വരി ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ ആൻഡ് മൂവ് ഓൺ എലോൺ. ഇവിടെ എം എന്നുള്ള ലെറ്റർ, എം എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് അല്ലിട്രേഷനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇഫ് ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ് എന്നുള്ളതിലെ അസോണൻസ്, അവിടെ ഓ എന്നുള്ള ആ ഒരു ശബ്ദം, ഇഫ് ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, അസോണൻസിന് ഉദാഹരണമായിട്ടും നമുക്ക് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഈ ഒരു ബോക്സിൽ എഴുതിയാൽ മതിയാവും. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദ പോയം വോക്ക് എലോൺ ബ്യൂട്ടിഫുള്ളി കൺവേസ് ദ പവർ ഓഫ് റെസിലിയൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ സ്വയം പര്യാപ്തതയെക്കുറിച്ചും അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ ഈ ഒരു കവിതയിൽ പറഞ്ഞിരിക്കുന്നു. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ആൻഡ് അനാലിസിസ് റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഫോക്കസിങ് ഓൺ ഇറ്റ്സ് തീം ആൻഡ് പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാരഗ്രാഫായിട്ട് എഴുതുക. ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് സമ്മറി പറയുക, രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ദ പോയം വോക്ക് എലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ദ പോയറ്റ് എൻകറേജസ് ഇൻഡിവിജ്വൽസ് ടു ബി സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. വ്യക്തികളോട് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് പറയുകയാണ്. എസ്പെഷ്യലി വെൻ ഫേസിങ് ചാലഞ്ചസ് ഇൻ ലൈഫ്, പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ വരുമ്പോൾ. He suggests that if no one listens to you or supports you, you must continue on your own path. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ മുന്നേറണം, നിങ്ങളുടെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണം. The poem emphasizes the importance of speaking your mind even if others ignore you. മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അത് ധൈര്യപൂർവ്വം തന്നെ പറയണം. It acknowledges that the journey may be difficult with obstacles symbolized by thorns that you must overcome. അപ്പോൾ നമ്മുടെ യാത്രയിൽ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും, മുള്ളുകളുണ്ടാവും. പോകുന്ന വഴിക്ക് അതിനെ ചവിട്ടിക്കൊണ്ട് തന്നെ മുന്നേറുക. ടാഗോർ ഓൾസോ ഹൈലൈറ്റ്സ് ദ നീഡ് ടു ഫൈൻഡ് യുവർ ഓൺ ലൈറ്റ് ഇൻ ദ ഡാർക്ക് ടൈംസ്. അതുപോലെ ഇരുണ്ട വഴികളിൽ പോകുമ്പോൾ, വെളിച്ചമില്ലാതാവുമ്പോൾ സ്വയം ഒരു വെളിച്ചമായി മാറി മുന്നേറുക, നമ്മുടെ ഇന്നർ ലൈറ്റിനെ പ്രകാശിപ്പിക്കുക. urging you to ignite your inner strength and shine brightly, inspiring others along the way. Ultimately, the poem conveys a powerful message about resilience and the courage to walk your own path regardless of the circumstance. അപ്പോൾ സാഹചര്യങ്ങളെ നോക്കാതെ നമ്മൾ ഏത് പ്രതിസന്ധികളിലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ള ആശയമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇനി ഇതിലെ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് പറയുകയാണ്. ടാഗോർ യൂസസ് വേരിയസ് പോയറ്റിക് ഡിവൈസസ് ടു എൻഹാൻസ് ദ പോയംസ് മെസ്സേജ്. ഫോർ ഇൻസ്റ്റൻസ്, ഇമേജറി ഈസ് വിവിഡ്ലി പോർട്രേഡ് ത്രൂ ഫ്രേസസ് ലൈക്ക്. അപ്പോൾ ഇവിടെ ധാരാളം ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. ഡാർക്ക് റോഡ്, സ്റ്റോമി നൈറ്റ്, ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. സെൻസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെടലിൻ്റെയും സ്ട്രഗിളിനെയൊക്കെ സൂചിപ്പിക്കുന്നു. അല്ലിട്രേഷൻ നമുക്ക് കാണാൻ കഴിയും. ട്രാമ്പിൾ ട്രെഡ് എന്നുള്ളതിൽ അല്ലിട്രേഷൻ ആണ്. ആഡ്സ് എ റിതമിക് ക്വാളിറ്റി മേക്കിംഗ് ദ പോയം മോർ എൻഗേജിങ്. അതുപോലെ യൂസ് ഓഫ് അനഫോറ വിത്ത് റിപ്പീറ്റഡ് ലൈൻസ് ലൈക്ക് മൂവ് ഓൺ എലോൺ എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ്. അഡീഷണലി സിംബലിസം ഇസ് എവിഡൻറ്റ്. അതുപോലെ സിംബലിസം ഉപയോഗിച്ചിട്ടുണ്ട്. തോൺസ് ഇൻ യുവർ പാത്ത് റെപ്രസെൻറ്റിംഗ്
obstacles we encounter in life, ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ സൂചിപ്പിക്കുന്നു. Overall, Tagore's use of these devices not only beautifies the poem but also deepens its message about the strength found in walking one's own path, inspiring readers to embrace their individuality and courage. അപ്പോൾ ഒരു ഇൻഡിവിജ്വാലിറ്റി, അതിൻ്റെ പ്രാധാന്യം, ധൈര്യത്തിൻ്റെ പ്രാധാന്യം, ഇതിനെ ഒക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് ഈ ഒരു മെസ്സേജ് വായനക്കാരിൽ എത്തിക്കാൻ ഈ ഒരു പോയറ്റിക് ഡിവൈസസിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി നമ്പർ 6. The poem Walk Alone motivates us to face the challenges of life courageously. Listen to the poem Invictus by W.E. Henley online. Examine the theme of the poem and attempt a thematic comparison of the two poems. രണ്ട് പോയംസും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോയവും അതുപോലെ W.E. ഹെൻലി എഴുതിയിട്ടുള്ള ഇൻവിക്ടസ്. ഇൻവിക്ടസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം പരാജയപ്പെടാത്തത് എന്നാണ്, അൺകോൺകേർഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. The poem Walk Alone by Rabindranath Tagore and Invictus by W.E. Henley both emphasizes the theme of resilience and personal strength in the face of adversity. അപ്പോൾ ഈ രണ്ട് കവിതകളിലും പ്രതിസന്ധികളെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. In Walk Alone, Tagore encourages individuals to continue their journey even when they feel unsupported or alone. അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴും മുന്നോട്ട് പോകണമെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. The poem highlights the importance of self-reliance. അപ്പോൾ സ്വന്തം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച്, സെൽഫ് റിലയൻസിനെ കുറിച്ച് പറയുന്നു. Urging readers to confront challenges head on, symbolized by the imagery of walking on dark road and overcoming obstacles like thorns. Similarly, Invictus conveys a powerful message about inner strength and determination. അപ്പോൾ ഈ ഒരു കവിതയിൽ, ഇൻവിക്ടസ് എന്ന് പറയുന്ന കവിതയിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ച് ആണ്, സ്വയം ആശ്രയിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട്. ദ സ്പീക്കർ അസേർട്സ് ദെയർ കൺട്രോൾ ഓവർ ദെയർ ഫേറ്റ്. നമ്മുടെ വിധിയെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഈ ഒരു കവിതയിൽ പ്രത്യേകം പറയുന്നത്. ദ സ്പീക്കർ അസേർട്സ് ദെയർ കൺട്രോൾ ഓവർ ദെയർ ഫേറ്റ്. അവരുടെ വിധിയെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും, നമ്മൾ എന്തായിത്തീരണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് പ്രാധാന്യം ഈ ഇൻവിക്ടസ് എന്ന് പറയുന്ന കവിതയിൽ കാണുന്നു. അപ്പോൾ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വരികളും നമുക്ക് കാണാം. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? എൻ്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ ആത്മാവിൻ്റെ ക്യാപ്റ്റൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്, ഈ ഒരു ഇൻവിക്ടസ് എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. ദിസ് റീഇൻഫോഴ്സസ് ദ ഐഡിയ ദാറ്റ് ഡെസ്പൈറ്റ് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് വൺ ക്യാൻ മെയിൻറ്റെയിൻ എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് ആൻഡ് റെസിലിയൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഒരാൾക്ക് ശക്തമായ ഒരു സ്വയം ബോധവും പ്രതിരോധവും നിലനിർത്താൻ കഴിയുമെന്ന് ആണ് ഇവിടെ ഈ ഒരു കവിതയിൽ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.